ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രതാപ് ജി ടെക്. ജിയോ ജിഗാ ഫൈബർ ഈ ഒരു സംഭവം വന്നിട്ട് കുറച്ച് ദിവസമായി. വീഡിയോ കുറച്ച് ലേറ്റാണ്, ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. എന്തായാലും ആ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് ഇതിനെക്കുറിച്ച്. 1 GB/s എന്ന് വെച്ചാൽ ഒരു സിനിമയൊക്കെ 2-3 സെക്കൻഡ് കൊണ്ട് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്ന അത്രയും വലിയൊരു സ്പീഡ്. ഒരു സിനിമ റിലീസ് ചെയ്താൽ ആ ഒരു സിനിമ അന്നത്തെ ദിവസം തന്നെ ഫസ്റ്റ് ഷോ നിങ്ങളുടെ വീട്ടിൽ TV-യിൽ നിങ്ങൾക്ക് കാണാം. അതേപോലെ തന്നെ LED TV ഫ്രീ. ഗെയിമുകളൊക്കെ ഇനി ഗെയിമിംഗ് കൺസോളൊന്നും വേണ്ട, ഇവരുടെ സെറ്റ് ഓഫ് ബോക്സ് വെച്ചാൽ മതി. അതിനകത്ത് തന്നെ നമുക്ക് ഹൈ എൻഡ് ഗെയിമുകൾ, ഫിഫ അല്ലെങ്കിൽ PUBG പോലുള്ള ഗെയിമുകളൊക്കെ നമുക്ക് ഇപ്പോഴുള്ളത് കാണാം. ഇനി ഭാവിയിൽ വരാൻ പോകുന്ന ഗെയിമുകൾ വരെ ഇതിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കളിക്കാൻ സാധിക്കും. പിന്നെ വിർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റിലൂടെ നമുക്ക് പഠിക്കാം, പർച്ചേസ് ചെയ്യാം, സിനിമ കാണാം. അങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് ഈ ഒരു ജിഗാ ഫൈബറുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ജിയോ പറയുന്നത്. ഒരുപാട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങളും കേട്ട് കാണും. അപ്പോൾ ഈ ഒരു സംഭവങ്ങളെല്ലാം പറയുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ബേസ് പ്ലാൻ വെറും 700 രൂപയാണ് അവർ പറയുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ റിയാലിറ്റി? ഈ ഓഫറുകളിലേക്ക് പിന്നിൽ എന്താണ്? അതേപോലെ തന്നെ യഥാർത്ഥത്തിൽ ജിയോ എന്താണ് നമുക്ക് ഓഫർ ചെയ്യുന്നത്? അതുകൊണ്ട് മാർക്കറ്റിൽ എന്താണ് ഉണ്ടാവാൻ പോകുന്നത്? സത്യത്തിൽ നമ്മൾ ഈ ഉടനെ തന്നെ ഇതിലേക്ക് മാറേണ്ട ആവശ്യമുണ്ടോ? അത്ര ലാഭകരമാണോ? മറ്റുള്ള കമ്പനികൾ എങ്ങനെ പ്രതികരിക്കുന്നു? ഇങ്ങനെ ഒട്ടനവധി കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഇതിലേക്ക് ഉടനെ തന്നെ മാറേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്, അതും ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് നമുക്ക് ഇതിൻ്റെ ഓഫറുകളെ കുറിച്ച് വിശദമായിട്ടൊന്ന് നോക്കാം. എന്തൊക്കെയാണ്? 1 GB/s ഡാറ്റ സ്പീഡാണ് പറയുന്നത്. ഇത്രയധികം വലിയൊരു സ്പീഡ് സാധാരണഗതിയിൽ ഈ ഒരു സ്പീഡൊന്നും നമുക്ക് നോർമലി അത്ര ഫാസ്റ്റായിട്ട് അവൈലബിൾ അല്ല, വളരെ കോസ്റ്റ്ലി ആണ്. ജിയോ പറയുന്നത് 10,000 രൂപ മാസം അടയ്ക്കുന്ന ഒരു ഓഫർ എടുക്കുകയാണെങ്കിൽ, ഒരു പ്ലാൻ എടുക്കുകയാണെങ്കിൽ 1 GB/s കിട്ടുമെന്നാണ്. അപ്പോൾ 1 GB/s 10,000 രൂപയാണ്. അതാണ് ഒരു വലിയ കാര്യം. പക്ഷേ അതിന് വലിയ എമൗണ്ട് അടയ്ക്കണം. നോർമൽ ഒരു വീട്ടിലേക്കൊന്നും അത്രയും വലിയ സ്പീഡ് നമുക്ക് ആവശ്യമില്ല. ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ആവശ്യം വന്നേക്കാം. അപ്പോൾ അത് ഒരു കാര്യം. LED TV ഫ്രീ കിട്ടും. ഫ്രീ കിട്ടുക എന്ന് പറഞ്ഞാൽ ആനുവൽ പ്ലാനിൻ്റെ ഒപ്പമാണ് ഫ്രീ കിട്ടുന്നത്. ഒരു വർഷത്തേക്കുള്ള പൈസ ഒരുമിച്ച് അടച്ചാൽ നമുക്കൊരു LED TVയും സെറ്റ് ഓഫ് ബോക്സും ഒക്കെ ഫ്രീ കിട്ടുമെന്നാണ് പറയുന്നത്. എത്ര രൂപയുടെ? 700 രൂപയുടെ പ്ലാൻ ഒരു വർഷത്തേക്ക് അടച്ചാൽ കിട്ടുമോ? അതൊന്നും പറഞ്ഞിട്ടില്ല. എത്ര രൂപയുടെ പ്ലാനാണ് നമ്മൾ എടുക്കേണ്ടി വരിക ഒരു വർഷത്തേക്ക്? അങ്ങനെ എടുത്താൽ ഏത് LED TV ആണ് കിട്ടുക? ഏത് ബ്രാൻഡിൻ്റെ കിട്ടും? എങ്ങനെ കിട്ടും? അത് ഇനി ജിയോയുടെ തന്നെ സ്വന്തമായിട്ട് വല്ല LED TV ആണ് കിട്ടുക? അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെക്കുറിച്ച് വ്യക്തതയൊന്നുമില്ല. ജസ്റ്റ് LED TV കിട്ടുമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ജസ്റ്റ് ഒരു ഓഫർ. പിന്നെ അടുത്തൊരു ഓഫർ എന്ന് പറഞ്ഞാൽ ഗെയിം, ഹൈ എൻഡ് ഗെയിമുകൾ, ഫിഫ അല്ലെങ്കിൽ PUBG പോലുള്ള ഗെയിമുകളൊക്കെ നമുക്ക് ഹൈ സെറ്റപ്പിൽ കളിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പിന്നെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന അടുത്തൊരു ഓഫർ. അതായത് സിനിമകൾ റിലീസ് ചെയ്താൽ അപ്പം തന്നെ അന്നത്തെ ദിവസം ഫസ്റ്റ് ഷോ തന്നെ നമുക്ക് വീട്ടിലിരുന്ന് TV-യിൽ കാണാം. ഇതെങ്ങനെയാണ്, എന്താണ്, എപ്പോൾ വരും? ഒന്നുമില്ല. അടുത്ത വർഷം പകുതിയോടുകൂടി വരാൻ പോകുന്നൊരു പ്ലാനിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ അതൊന്നും ഇതിനകത്തില്ല. ഇനി മറ്റൊരു കാര്യം, വിർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റിലൂടെ നമുക്ക് പർച്ചേസ് ചെയ്യാം, അതേപോലെ പഠിക്കാം, സിനിമ കാണാം. അതൊക്കെ എല്ലാ വിർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റിലും പറ്റും. പല പ്ലാറ്റ്ഫോമിൽ പല തരത്തിൽ നമുക്കതൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് ഇവരുടെയിലും കിട്ടും. ഇവരുടെയിലും ഉണ്ട് അത്തരത്തിലൊരു വിർച്വൽ റിയാലിറ്റി ഹെഡ്സെറ്റ്. ഇതൊക്കെ സെപ്പറേറ്റ് കാശ് കൊടുത്ത് വാങ്ങിക്കേണ്ടുന്ന, സെപ്പറേറ്റ് എക്സ്പെൻസ് വരുന്ന സെപ്പറേറ്റ് സർവീസുകളാണ്. ഓഫറുകൾ എന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഇതൊക്കെ സെപ്പറേറ്റ് ആണെന്നുള്ളത് ഓർക്കുക. ഇപ്പോൾ ഇത്രയുമാണ് ഇതിൻ്റെ ഹൈപ്പായ കാര്യങ്ങൾ. ഇനി ഇതൊക്കെ ഓഫറുകളൊക്കെ മാറ്റി വയ്ക്കാം. എന്താണ് ജിയോ ജിഗാ ഫൈബർ നമുക്ക് യഥാർത്ഥത്തിൽ വാഗ്ദാനം ചെയ്യുന്നത്? ഇത് എന്ത് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്? 700 രൂപയ്ക്ക് 100 MB/s സ്പീഡാണ് ജിയോ ജിഗാ ഫൈബറിൻ്റെ യഥാർത്ഥ ഓഫർ. അതാണ് യഥാർത്ഥ ഹൈലൈറ്റ്. എന്ന് വെച്ചാൽ ഇന്നിപ്പോൾ എൻ്റെ വീട്ടിലുള്ള കേരള വിഷൻ നെറ്റ്വർക്ക് കണക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ 700 രൂപയ്ക്ക് എനിക്ക് കിട്ടുന്നത് 10 MB, അല്ലെങ്കിൽ ഓഫറിൻ്റെ ഭാഗമായിട്ടൊക്കെ എടുത്താൽ 20 MB/s സ്പീഡാണ്. ജിയോ 100 MB/s ആണ് ഓഫർ ചെയ്യുന്നത്. അതിൻ്റെ ഒപ്പം ഒരു ലാൻഡ് ഫോൺ കൂടി അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ ഓൾ ഇന്ത്യ ലെവലിൽ അൺലിമിറ്റഡ് കോളും നമുക്ക് ചെയ്യാം. ബാക്കിയുള്ള ഓഫറുകളൊക്കെ എന്ത് തന്നെ ആയിക്കോട്ടെ, എങ്ങനെയൊക്കെ ആട്ടെ, അതിപ്പോൾ എക്സ്ട്രാ കാശ് വരുന്ന എന്തൊക്കെ നമ്മൾ എഴുതി തള്ളിക്കളഞ്ഞാൽ തന്നെയും ഈ ഒരു കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട, ഇത് ബെസ്റ്റ് ഓഫറാണ്. കാരണം ഇന്ന് കിട്ടുന്നതിനേക്കാൾ 5 ഇരട്ടി സ്പീഡും അൺലിമിറ്റഡ് കോളും കിട്ടുക എന്ന് പറഞ്ഞാൽ വേറെ ഒരു ബ്രാൻഡും നമുക്കിപ്പോൾ തരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഏറ്റവും ഹൈലൈറ്റഡ് ആയ ഇതിൻ്റെ യഥാർത്ഥ ഓഫർ ഇതാണ്. നമ്മുടെ ജിയോ സിമൊക്കെ വന്നപ്പോൾ ഉണ്ടായിരുന്ന അതേ സംഗതി മറ്റുള്ള നെറ്റ്വർക്കുകളൊന്നും തരാത്തൊരു പെർഫോമൻസ് നമുക്ക് ജിയോ സിം തന്നായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ മറ്റുള്ള കമ്പനികളൊന്നും ഇപ്പോഴേക്ക് തരാത്ത ആ ഒരു പെർഫോമൻസും കാര്യങ്ങളും ജിയോ ജിഗാ ഫൈബറിലൂടെ നമുക്ക് കിട്ടും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. 700 രൂപയ്ക്ക് ഇത്രയൊക്കെ കിട്ടുമോ? അപ്പോൾ 1 GB/s അത് 10,000 രൂപ. പല സെക്ഷൻ ഉണ്ട്. 700 രൂപ എന്ന ഏറ്റവും ബേസ് പ്ലാനാണ്. അതിൽ തന്നെ നമുക്ക് ഇത്രയും ലാഭകരമാണ്. പിന്നെ 5,000 ഉണ്ടാവാം, 10,000 ഏറ്റവും കൂടി എടുത്തു കഴിഞ്ഞാൽ 1 GB/s ഒക്കെ കിട്ടും. അങ്ങനെയൊക്കെ ഒരുപാട് ഓഫറുകൾ വേറെയും വരുന്നുണ്ട്, അല്ലെങ്കിൽ പ്ലാനുകൾ വേറെയും വരുന്നുണ്ട്. ബേസ് പ്ലാൻ്റെ കാര്യം തന്നെ നോക്കിയാൽ തന്നെയും ജിയോ കട്ടയ്ക്ക് അടിപൊളിയാണ്. പിന്നെ 700 രൂപയ്ക്ക് നമ്മുടെ വീട്ടിൽ കിട്ടുമെന്ന് ചോദിച്ചാൽ സാധ്യതയില്ല. കാരണം ഇൻസ്റ്റാളേഷൻ ഫീസ് എന്ന് പറയുന്ന ഒരു ഫീസ് സാധാരണ എല്ലാ കണക്ഷൻ എടുക്കുമ്പോൾ നമുക്ക് വരാറുണ്ട്. അത് ചിലപ്പോൾ 1,500 2,000 ഒക്കെ വരും. അങ്ങനെ നോക്കുമ്പോൾ ഒരു 3,000 രൂപ അടുത്ത് ചിലവ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് ഈ ഒരു കണക്ഷൻ നമ്മുടെ വീട്ടിലേക്ക് കിട്ടുക. മേ ബി
വെൽക്കം ഓഫറിൻ്റെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ ഒരു തീരുമാനം എടുക്കുകയാണ് ഇൻസ്റ്റലേഷൻ ഫീസ് വേണ്ടാന്ന് വെക്കുകയാണെങ്കിൽ നല്ല ലാഭകരമായി നമ്മുടെ ജിയോ സിം കിട്ടിയ പോലെ ഫ്രീ ആയിട്ട് കിട്ടുന്ന പോലെ ഇരിക്കും കാര്യങ്ങൾ. അതെന്തായാലും നമുക്ക് വരുന്ന പോലെ നോക്കാം. പക്ഷേ ബേസിക്കലി ഇൻസ്റ്റലേഷൻ ഫീസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നോർമലി എല്ലാ ബ്രോഡ്ബാൻഡ് കണക്ഷൻ എടുക്കുമ്പോഴും വരുന്നത് തന്നെയാണ്. അതിൽ വലിയ അതിശയോക്തിയൊന്നും പറയാനില്ല. അപ്പോൾ എങ്കിലും സംഗതി നന്നായിട്ടുണ്ട്. ഇനി നമ്മൾ ചിന്തിക്കുന്നത് ഉടനെ തന്നെ ജിയോയിലേക്ക് മാറേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ്. മറ്റുള്ള കമ്പനികൾ കോമ്പറ്റീഷനെ നേരിടും. ജിയോ സിം വന്നപ്പോൾ നമുക്ക് അത്യാവശ്യം ജിയോ സിം എടുക്കേണ്ട ഒരവസ്ഥ വന്നു. കാരണം അങ്ങനെ എടുത്തത് കൊണ്ടാണ് മറ്റുള്ള കമ്പനികളൊക്കെ വില കുറച്ചത്. ജിയോ ഇഫക്റ്റ് അത്ഭുതകരമായിരുന്നു. നമ്മളെ പിഴിഞ്ഞുകൊണ്ടിരുന്നതെന്നൊക്കെ പറയാം. ആ രീതിയിലുള്ള കമ്പനികളൊക്കെ വില കുറച്ച് ജിയോയുടെ ലെവലിലേക്ക് വന്ന് നമുക്ക് ബെനിഫിറ്റായ അല്ലെങ്കിൽ നമുക്ക് ലാഭകരമായ ഒരു ഓഫറിലേക്കൊക്കെ എത്തിയത് ജിയോ വന്നതുകൊണ്ടാണ്. ഇന്ന് ജിയോ ജിഗാ ഫൈബറുമായിട്ട് വരുമ്പോൾ ഇതേ കമ്പനികൾ മറ്റുള്ള കമ്പനികളൊക്കെ ഇതേപോലെ പ്രൈസ് കുറയ്ക്കാനോ അല്ലെങ്കിൽ ഡാറ്റ സൈസ് കൂട്ടി ജിയോട് കോമ്പീറ്റ് ചെയ്യാനൊക്കെ ശ്രമിക്കും. അതിലൂടെ നമുക്ക് ഇപ്പോഴുള്ള അതായത് ഇപ്പോൾ ഞാൻ കേരള വിഷനിലാണെങ്കിൽ കേരള വിഷനും ഇതുപോലുള്ള ഓഫറുകൾ തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ എടുത്തു പിടിച്ചോണം നമ്മൾ വേഗം ചാടി ജിഗാ ഫൈബറിലേക്ക് പോകേണ്ട ഒരു അല്ലെങ്കിൽ ഗിഗാ ഫൈബറിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉദാഹരണം കൽക്കട്ടയിൽ നമ്മളിപ്പോൾ കാണുന്നത് ഹാത്വേ എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ തന്നെ 699 രൂപയ്ക്ക് 100 MB/s ഡാറ്റ സ്പീഡ് കൊടുത്തു തുടങ്ങി. എന്ന് വെച്ചാൽ ജിയോ 700 രൂപയ്ക്കാണ് അവർ 1 രൂപ കുറച്ചു 699 രൂപയ്ക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഓഫറുകൾ കമ്പനികൾ കൊടുത്തു തുടങ്ങിക്കഴിഞ്ഞു. അപ്പം നമുക്കും ഇതൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഉടനെ തന്നെ ചാടിക്കറി ജിയോയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ക്യാഷ് നിങ്ങളുടെ ധാരാളം ഉണ്ട്, ഇൻസ്റ്റലേഷൻ ഫീസ് കൊടുക്കാൻ കാശൊക്കെ ഉണ്ടെങ്കിൽ ട്രൈ ചെയ്തോളൂ. പക്ഷേ ടൈറ്റുള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യുക. കാരണം മാറ്റം കൽക്കട്ടയിൽ കണ്ടു തുടങ്ങി. അപ്പോൾ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം, അതിനുശേഷം ഇതിലേക്ക് മാറാം. ഇനി നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റിയെ കുറിച്ച് നോക്കാം. ഇതെങ്ങനെ ഉണ്ടാവും ഈ ഒരു സർവീസ്? ഗിഗാ ഫൈബറിനെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല, അത് വരുന്നേ ഉള്ളൂ. പക്ഷേ ഹിസ്റ്ററി നമുക്ക് നോക്കാമല്ലോ. ജിയോ ഫോൺ, ജിയോ സിം, ഫോണിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ എന്തൊക്കെയോ ആവട്ടെ. പക്ഷേ ജിയോ സിം എല്ലാവരും എടുത്തിട്ടുണ്ട്, ഞാനും എടുത്തിട്ടുണ്ട്. പേഴ്സണലി ഞാനെടുത്ത് എൻ്റെ എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. തുടക്കത്തിൽ എടുത്തപ്പോൾ കിട്ടിയ ആ ഒരു പെർഫോമൻസോ സ്പീഡോ ഒന്നും ഇപ്പോൾ ജിയോ സിമ്മിനില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ജിയോ സിം ഒഴിവാക്കിയിരിക്കുകയാണ്. എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളും ഇതേപോലെ തന്നെ ജിയോ സിം ഇപ്പോൾ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി, തുടക്കത്തിലെ ക്വാളിറ്റി പിന്നീട് കാണിക്കുന്നില്ല എന്നുള്ളതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പേഴ്സണൽ എൻ്റെ എക്സ്പീരിയൻസിൽ വന്നൊരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഒരുപക്ഷെ ഒരുപാട് സുഹൃത്തുക്കൾ കമൻറ്റ് വഴി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണത്. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് അതും കൂടി ചിന്തിക്കുക. ഈയുടെ ഹിസ്റ്ററി കൂടി ഒന്ന് നോക്കുക. അതിന് ശേഷം ഈ പറഞ്ഞ ഓഫറുകൾ കണ്ട് കണ്ണ് മഞ്ഞളിക്കാതെ റിയൽ ഓഫർ കോമ്പറ്റീഷനുമായിട്ട് ഹാത്വേ പോലുള്ള കമ്പനികൾ അതേ സെയിം ഓഫറുകൾ തരുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഭാവിയിൽ ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കിയിട്ട് എടുക്കാനൊക്കെ തീരുമാനിച്ചാൽ കുറച്ച് നന്നായിരിക്കുമെന്ന് തോന്നുന്നു. എന്തായാലും ഒരു കാര്യം നമുക്ക് മറക്കാൻ പറ്റില്ല, ജിയോ സിം വന്നപ്പോൾ മറ്റുള്ള നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് എല്ലാവരും തന്നെ പ്രൈസ് നല്ലോണം കുറച്ചു. അതേപോലെ ഗിഗാ ഫൈബർ വരുമ്പോൾ എല്ലാ ബ്രോഡ്ബാൻഡ് സർവീസ് പ്രൊവൈഡേഴ്സും ഇതുപോലെ തന്നെ പ്രൈസ് കുറയ്ക്കാം. ഹാത്വേയുടെ പോലെ പ്രൈസ് കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒന്ന് വെയിറ്റ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് ഗിഗാ ഫൈബറിലേക്ക് മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം. പിന്നെ ഈ ഒരു വീഡിയോ ജസ്റ്റ് അവരുടെ ഓഫറുകളെ കുറിച്ച് മാത്രം വലിയ LED TV ഫ്രീ കിട്ടുന്നു, 1 GB കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാത്രം ചെയ്ത് അവസാനിപ്പിക്കാം. പക്ഷേ കുറച്ച് ഇങ്ങനെ രീതിയിൽ വിശദമായിട്ട് ചെയ്തതിൻ്റെ ഉദ്ദേശം വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഒരു ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള ഉദ്ദേശം കൊണ്ടാണ്. അല്ലാതെ വേറെ ഒരു കമ്പനിയും നമുക്ക് പൈസ തന്നിട്ടൊന്നും ചെയ്യിപ്പിക്കുന്നതല്ല. ഗിഗാ ഫൈബറിനെ ചവിട്ടി താഴ്ത്താനുമല്ല, അവരെ ഹൃദയപൂർവ്വം വരവേൽക്കുകയാണ്. കാരണം വലിയൊരു മാറ്റം ഈ ഒരു ഇൻഡസ്ട്രിയിൽ കൊണ്ടുവരാൻ ജിയോയ്ക്ക് സാധിക്കും, അതിൽ യാതൊരു സംശയവും വേണ്ട. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ മറക്കാതെ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.